നിയമങ്ങൾ ലംഘിക്കുന്നവൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. എന്നാൽ സ്വന്തം കോംറേഡ്സിനെ രക്ഷിക്കാതെ അവരെ ഉപേക്ഷിച്ചു പോകുന്നവൻ തെറ്റല്ല ചെയ്യുന്നത്, അതൊരു പാപം തന്നെയാണ്. ഒരുപക്ഷെ തന്റെ റൈവൽ പറഞ്ഞ ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ടായിരിക്കണം നാറൂട്ടോ സീരീസിൽ തന്നെ പകരം വെക്കാനില്ലാത്തൊരു യോദ്ധാവായി ഇയാൾ മാറിയത്. അതെ, പറഞ്ഞു വരുന്നത് ലീഫ് വില്ലേജിലെ സൈലന്റ് ഷാഡോ ആയ സാക്ഷാൽ യെല്ലോ ഫ്ലാഷ് അല്ലെങ്കിൽ മിനാറ്റോയുടെ ശിഷ്യനായിട്ടുള്ള 6-ാം വയസ്സിൽ ചുനീൻ എക്സാം പാസ്സായി 13-ാം വയസ്സിൽ ജൊനീൻ ലെവൽ നിഞ്ചയായി മാറിയ തന്റെ ഒരൊറ്റ ശരീരം വെച്ച് 1000-ൽ പരം ജുത്സുകൾ അച്ചടിച്ചതുപോലെ പകർത്തിയ ദ കോപ്പി നിഞ്ച എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫേമസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കക്കാഷി ഹട്ടാക്കിയെ പറ്റിയാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കക്കാഷിയുടെ ആ ഒരു ജീവചരിത്രമല്ല, എങ്ങനെയാണ് കക്കാഷിക്ക് ഷരിംഗൻ ആയി കിട്ടിയത് എന്നതിനെ പറ്റിയാണ്. അതെ, ഉച്ചിഹ ക്ലാനിൽ മാത്രം കണ്ടുവരുന്ന ആ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു ഐ എങ്ങനെ കക്കാഷി സെൻസയ്ക്ക് കിട്ടി. നമുക്കെല്ലാവർക്കും അറിയാം, കക്കാഷി ഒരു ഉച്ചിഹ ഫാമിലിയിൽ പെട്ടതോ അല്ലെങ്കിൽ ആ ഒരു ക്ലാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ പേരിനെ പോലെ തന്നെ ഹട്ടാക്കെ ക്ലാനിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കക്കാഷി. എന്നാൽ ഇതെല്ലാം തകിടം മറിയുന്നത് 3rd ഗ്രേഡ് നിഞ്ച വാറിന്റെ സമയത്താണ്. ഈ ഒരു സമയത്താണ് കക്കാഷിക്ക് തന്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഷരിംഗൻ കിട്ടുന്നത്. ആ ഷരിംഗൻ കൊടുക്കുന്നതാവട്ടെ ദ വൺ ആൻഡ് ഓൺലി ഒബീറ്റോ ഉച്ചിഹ. സോ ഷോർട്ടായിട്ടൊന്ന് ബാക്കപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒബീറ്റോയും കക്കാഷിയും സെയിം ഗ്രൂപ്പിലുള്ള കോംറേഡ്സ് ആയിരുന്നു. അതായത് നമ്മുടെ നാറൂട്ടോ, സാസ്കെ, സാകുറ ഒക്കെ പോലെ. ഇവരെ 3 പേര് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കാഷി, ഒബീറ്റോ, റിൻ. ഇവരുടെ സെൻസയാണ് നമ്മുടെ 4th ഹോക്കാഗെ അല്ലെങ്കിൽ മിനാട്ടോ. സോ അങ്ങനെ ഇരിക്കെ ഇവർക്കൊരു മിഷൻ കിട്ടുകയാണ്. അതായത് നമ്മുടെ കക്കാഷിക്കും ഒബീറ്റോയ്ക്കും റിന്നിനും മിനാട്ടോയ്ക്കും കൂടെ. ആ ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 3rd ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് കുസാഗാക്കുറെ, അതായത് ഹിഡൻ ഗ്രാസ് വില്ലേജിലെ ഒരു ബ്രിഡ്ജിനെ ചൊല്ലിയുള്ള ഒരു മിഷൻ ആയിരുന്നു അത്. മിഷൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാബി ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് എന്തായിരുന്നു, അത് നശിപ്പിക്കണം. അതായത് അവരുടെ എനിമീസ് അല്ലെങ്കിൽ കൊണോഹയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഒരു സപ്ലൈ ലൈൻ ആയിരുന്നു ഈ ബ്രിഡ്ജ്. സോ അതായിരുന്നു ഇവരുടെ മിഷൻ ഒബ്ജക്റ്റീവ്. എന്നാൽ ഇവരുടെ ഈ മിഷന്റെ ഇടയ്ക്ക് റിന്നിനെ ഹിഡൻ സ്റ്റോണിലെ ഒരു നിഞ്ച വന്ന് തട്ടിക്കൊണ്ടുപോയി. അതായത് നമ്മുടെ ഇവാഗാക്കുറയിലെ ഒരു ഷിനോബി വന്ന് തട്ടിക്കൊണ്ടുപോയി. സോ ഈ ഒരു ടൈമിൽ നമ്മുടെ കക്കാഷി ആയിരുന്നു ആ ഒരു ടീമിന്റെ ലീഡർ. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ഒബീറ്റോ ചെന്നിട്ട് കക്കാഷിയോട് പറയുന്നുണ്ട്, നമുക്ക് എത്രയും വേഗം വന്ന് നമ്മുടെ റിന്നിനെ രക്ഷിക്കണമെന്ന്. എന്നാൽ കക്കാഷി പറയുന്നത് നമ്മുടെ മിഷനാണ് നമുക്ക് പ്രയോറിറ്റി കൂടുതൽ, റിന്നിനെ രണ്ടാമത് രക്ഷിക്കുവാനാണ് നമുക്ക് നോക്കേണ്ടതെന്ന്. കക്കാഷിയുടെ ഐഡിയോളജി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നിരിക്കുന്ന മിഷനായിരുന്നു പ്രയോറിറ്റി നമ്പർ 1. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. സോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോംറേഡ് പോവുകയോ ജീവിക്കുകയോ എന്നുള്ളത് കക്കാഷിയുടെ 2ാം പ്രയോറിറ്റി ആയിരുന്നു ആ ഒരു ടൈമിൽ. എന്നാൽ ഇതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കക്കാഷിയുടെ പിതാവ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നിഞ്ച ആയിട്ടുള്ള വൈറ്റ് ഫാങ് ആണ്. ഇദ്ദേഹം ഒരു തവണ ഒരു മിഷന് പോവുകയുണ്ടായി. ഈ മിഷന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു. ഒന്നെങ്കിൽ മിഷൻ കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോംറേഡ്സിനെ രക്ഷിക്കുക. ഇവഞ്ച്വലി അദ്ദേഹം ചെയ്തത് തന്റെ കോംറേഡ്സിനെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മിഷൻ അവിടെ പരാജയപ്പെട്ടു. എന്നാൽ ആ സെയിം ടൈമിൽ തന്നെ അദ്ദേഹത്തിന്റെ കോംറേഡ്സ്, അതായത് രക്ഷിച്ച കോംറേഡ്സ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് കുറ്റം പറയുകയും പഴിയേൽപ്പിക്കുകയും ചെയ്തു. സോ ഇത് കണ്ട് ഏകദേശം ഡിപ്രസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ഫാങ് ആയിട്ടുള്ള കക്കാഷിയുടെ പിതാവ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കക്കാഷി വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് കക്കാഷി ആ ഒരു ടൈമിൽ നമ്മുടെ പ്രയോറിറ്റി മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്നത് പറഞ്ഞത്. സോ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഒബീറ്റോ തിരിച്ചു പറഞ്ഞ ആ ഒരു ഡയലോഗ്, അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരുവൻ റൂള് തെറ്റിച്ചാൽ അതൊരു തെറ്റാണ്, എന്നാൽ തൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അതൊരു പാവമാണെന്ന്. സോ ഈ ഒരു ടൈമിൽ കക്കാഷിയുടെ മനസ്സിൽ അത് ശരിക്കും കൊള്ളുന്നുണ്ട്. ഒബീറ്റോ റിന്നിനെ തേടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇങ്ങനെ വണ്ടടിച്ച് നമ്മുടെ കക്കാഷി അവിടെ നിൽക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ കക്കാഷി ഒബീറ്റോ പറഞ്ഞതിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഒബീറ്റോയുടെ കൂടെ റിന്നിനെ രക്ഷിക്കാൻ പോവുകയാണ്. സോ അവർ ആ സ്റ്റോൺ വില്ലേജിലെ ഷിനോബീസ് അല്ലെങ്കിൽ നിഞ്ചകളുമായിട്ട് എതിർക്കുമ്പോഴാണ് നമ്മുടെ കക്കാഷിയുടെ ലെഫ്റ്റ് ഐ, ഇടത്തെ കണ്ണിന് പരിക്കേൽക്കുന്നത്. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ കക്കാഷിയുടെ ഇടത്തെ കണ്ണ് പോയി എന്ന് തന്നെ പറയാം. സോ കക്കാഷി അവിടെ തന്നെ വെച്ച് ബാൻഡേജ് ഒക്കെ കെട്ടി ചുറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഫൈനലി നമ്മുടെ റിന്നിനെ അവിടുന്ന് രക്ഷിക്കുന്നു. സോ ആ ഒരു ടൈമിൽ ബാക്കിയുണ്ടായിരുന്ന എനിമീസ് ആയിട്ടുള്ള ആ ഒരു ഷിനോബികൾ ഒരു ജുത്സു പ്രയോഗിക്കുകയും ആ ജുത്സുവിന്റെ അനന്തരഫലം എന്ന രൂപേണ ഈ റിന്നിനെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലായിരുന്നു. ആ ഗുഹ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. സോ കക്കാഷി പെട്ടെന്ന് അത് കാണുവാൻ സാധിച്ചില്ല. ഒന്നാമതെ കക്കാഷി നല്ല പെയിനിലാണ് ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഓടി വന്ന് നമ്മുടെ ഒബീറ്റോ കക്കാഷിനെ രക്ഷിക്കുകയും ഒബീറ്റോ
ഒബീറ്റോ ആ ഇടിഞ്ഞു വീഴുന്ന ആ ഗുഹയുടെ ഉള്ളിലായി പോവുകയും ചെയ്തു. എടുത്ത് പറയുകയാണെങ്കിൽ പകുതി ഉള്ളിലായി പോയെന്ന് തന്നെ പറയാം. അതായത് ആ ഒരു സീനിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം ഒബീറ്റോയുടെ പകുതി ആ പാറയുടെ ഇടയ്ക്കാണ്, ബാക്കി പകുതി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ടൈമിലാണ് ഒബീറ്റോ പറയുന്നത്, കക്കാഷി ഞാൻ ഏതായാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഉടനെ തന്നെ റിന്നിനോട് ഒബീറ്റോ പറയുന്നുണ്ട്, റിൻ നിന്റെ മെഡിക്കൽ ജിറ്റ്സു വെച്ചിട്ട് എൻ്റെ ഈ കണ്ണ് കക്കാഷിക്ക് കൊടുത്തേക്കാൻ. കക്കാഷിക്ക് ഇപ്പോൾ ഒന്നാമത് കണ്ണില്ല. നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ഏകദേശം മരിക്കാറുമായി. ഒബീറ്റോ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ മരിച്ചു എന്ന്. എന്നാൽ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ നമ്മുടെ റിന്ന് ഒബീറ്റോയുടെ കണ്ണെടുത്ത് നമ്മുടെ കക്കാഷിക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ റിന്നിനോട് ഒബീറ്റോയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നാൽ റിന്നിന് കക്കാഷിനെ ആയിരുന്നു ഇഷ്ടം. സോ അങ്ങനെ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹയുടെ ആ ഒരു ഷെറിംഗൻ ഐ നമ്മുടെ റിന്ന് കക്കാഷിക്ക് വേണ്ടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. സോ ആ ഒരു ടൈമിൽ ഒബീറ്റോയുടെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്സ് ഉണ്ട്, ഫ്രം നൗ ഓൺ യു വിൽ സീ ദ വേൾഡ് ത്രൂ മൈ ഐ. എൻ്റെ കണ്ണിലൂടെ നീ ഇനി ലോകം കാണുമെന്ന്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. സോ അങ്ങനെ നമ്മുടെ കക്കാഷി ഹട്ടാക്കെ ഒരു ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള ഷെറിംഗൻ ഐ അവിടെ തൊട്ട് ഡെവലപ്പ് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് കക്കാഷിനെ ദ കോപ്പി നിഞ്ച അല്ലെങ്കിൽ കക്കാഷി ഓഫ് ദ ഷെറിംഗൻ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഫ്യൂച്ചർ എപ്പിസോഡ്സിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ ഷെറിംഗൻ ടൈപ്പ്, അതായത് മാങ്കക്കെയോ അവേക്കണിങ്ങും പിന്നെ നമ്മുടെ കക്കാഷി സുസാനോ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇന്ന് എങ്ങനെയാണ് കക്കാഷിക്ക് ആ ഒരു ഐ കിട്ടിയെന്ന് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. കക്കാഷിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ കക്കാഷി അല്ലെങ്കിൽ കോപ്പി നിഞ്ച ഓഫ് കൊണോഹ വില്ലേജിലെ ആ ഒരു കോപ്പി നിഞ്ചയ്ക്ക് ഷെറിംഗൻ എന്ന് പറയുന്ന ആ ഒരു ഉച്ചിഹ ക്ലാനിന് മാത്രം കിട്ടുന്ന ആ വിഷ്വൽ ജിറ്റ്സു സ്വന്തമാക്കുവാൻ സാധിച്ചത്. നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കമന്റിൽ കാണാം. I told you